പറപ്പൂർ വീണാളുക്കൽ തർബിയത്തുൽ ഇസ്ലാം സംഘത്തിന്റെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാൻ ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പ് നടത്താൻ വഖഫ് ബോർഡ് ഉത്തരവിട്ടതായി പറപ്പൂർ മഹൽ സംരക്ഷണ ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 69 പറപ്പൂർ പഞ്ചായത്തിന്റെ കീഴിൽ സംഘടിപ്പിച്ചിട്ടുള്ള തർബിയത്തുൽ ഇസ്ലാം സംഘം എന്ന കമ്മിറ്റിയുടെ രജിസ്ട്രേഷൻ 1969-2293/RA എന്ന നമ്പർ പ്രകാരം വഖഫിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ്. പറപ്പൂർ വീണാലാക്കൽ തർബിയത്തുൽ ഇസ്ലാം സംഘത്തിന്റെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാൻ ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പ് നടത്താൻ വഖഫ് ബോർഡ് ഉത്തരവിട്ടതായി പറപ്പൂർ മഹൽ സംരക്ഷണ ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 7-നാണ് ഇത് സംബന്ധിച്ച് വഖഫ് ബോർഡ് ഉത്തരവിറക്കിയത്. തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ വഖഫ് ബോർഡ് നേരിട്ട് റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. പുതുക്കിയ വോട്ടർ പട്ടികയിലുള്ളവരെ ഉൾക്കൊള്ളിച്ച് ജനാധിപത്യ രീതിയിൽ രഹസ്യ ബാലറ്റിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശം. പറപ്പൂർ മഹൽ സംരക്ഷണ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സുതാര്യ തെരഞ്ഞെടുപ്പിനായി വഖഫ് ബോർഡിനെ സമീപിച്ചത്. സംഘത്തിന്റെ പ്രവർത്തന രീതിക്കെതിരെ നിരവധി പരാതികളും ഇവർ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ കമ്മിറ്റിയിലെ 27 അംഗങ്ങളിൽ 3 പേർ മാത്രമാണ് സംഘത്തിന്റെ ചുക്കാൻ പിടിക്കുന്നതെന്നും ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമായിരുന്നുവെന്നും കൂട്ടായ്മ അംഗങ്ങൾ ആരോപിച്ചു. കാലാവധി കഴിഞ്ഞിട്ടും ഇതുവരെ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചിട്ടില്ല. സംഘത്തിന് കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങളിലും സ്കൂൾ പ്രവേശനങ്ങളിലും അനീതിയുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. 2022 മെയ് 27-ന് അവസാനമായി നടന്ന ജനറൽ ബോഡിക്ക് ശേഷം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താത്ത കമ്മിറ്റി ഒരു വിഭാഗം പിടിച്ചെടുക്കുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു. അവസാന ജനറൽ ബോഡിയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെന്ന് വഖഫ് ബോർഡ് ട്രൈബ്യൂണൽ നിയമിച്ച നിരീക്ഷകന്റെ റിപ്പോർട്ടിലും വേങ്ങര പോലീസിന്റെ റിപ്പോർട്ടിലും വ്യക്തമാകുന്നുണ്ടെന്നും മഹൽ സംരക്ഷണ കൂട്ടായ്മ രേഖകൾ പ്രകാരം വ്യക്തമാക്കി. പാനൽ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താതെ വഖഫ് ബോർഡ് നിർദ്ദേശപ്രകാരം ജനാധിപത്യ രീതിയിൽ രഹസ്യ ബാലറ്റിലൂടെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും പറപ്പൂർ മഹൽ സംരക്ഷണ ജനകീയ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ പറപ്പൂർ മഹൽ സംരക്ഷണ ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ കോമു മുസ്ലിയാർ, നഹീം തേങ്ങാക്കോട്ടുങ്ങൽ, അബ്ദുൾ റഹീം, കബീർ, അബ്ദുൽ അസീസ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.